ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല കിഡിലും ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. പെർഫെക്റ്റ് റെസിപ്പി എന്ന് തന്നെ പറയാം. അപ്പോൾ ഇതുവരെ അച്ചാർ ഉണ്ടാക്കിയിട്ട് സക്സസ് ആവാതെ അവർക്കുള്ള എല്ലാ ടിപ്സും കാര്യങ്ങളും മൊത്തത്തിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും സക്സസ് ആവും 100%. അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഐറ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് ഇൻസ്റ്റൻ്റ് ആയിട്ടും കഴിക്കുക, അല്ലെങ്കിൽ സൂക്ഷിച്ച് വെച്ചിട്ടും കഴിക്കുക. അതൊക്കെ ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ചെറുനാരങ്ങ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചെറുനാരങ്ങയൊക്കെ നല്ലപോലെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെതിപ്പോൾ കറക്റ്റ് അളവ് പറയുകയാണെങ്കിൽ 450 ഗ്രാം അളവിലാണ് ഉള്ളത്. അതുപോലെ തന്നെ എനിക്കിപ്പോൾ ഇന്ന് കിട്ടിയിട്ടുള്ളത് ഭയങ്കര ചെറിയ ചെറുനാരങ്ങയായിപ്പോയി കേട്ടോ. അപ്പോൾ നിങ്ങൾ വാങ്ങിച്ചിട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കുറച്ചുകൂടി വലുപ്പമുള്ള കുറച്ച് വെള്ളം കൂടുതലുള്ള ചെറുനാരങ്ങയില്ലേ, അതാകുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. അച്ചാറിന് വേണ്ടിയിട്ട് നമുക്കിത് വാട്ടിയെടുക്കുന്ന സമയത്തൊക്കെ അത്യാവശ്യം നീരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അപ്പോൾ കുറച്ച് പഴുത്ത് നോക്കിയിട്ട് എടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ മഞ്ഞ കളറുള്ള നോക്കി എടുത്തു കഴിഞ്ഞാൽ ഒട്ടും തന്നെ കഴപ്പൊന്നും ഉണ്ടാവില്ല. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഇത് നല്ലപോലെ കഴുകി എടുത്തതിന് ശേഷം ഒരു കോട്ടൺ തുണിയോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് വെള്ളമൊന്നും ഇല്ലാതെ തുടച്ചെടുക്കണേ. കാരണം ഒട്ടും തന്നെ നമുക്ക് അച്ചാർ ഉണ്ടാക്കുമ്പോൾ വെള്ളം ഉണ്ടാകാൻ പാടില്ല. കാരണം നമ്മൾ കുറച്ച് കാലം സൂക്ഷിച്ച് വെക്കാനും കൂടി വേണ്ടിയിട്ടല്ല ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് കണക്കായിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ അച്ചാർ ഇടുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ചെറുനാരങ്ങനെ ഒന്ന് വാട്ടിയെടുക്കണം. ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 2-3 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് നാരങ്ങ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഒട്ടും തന്നെ വെള്ളമൊന്നും ഉണ്ടാവാതിരിക്കണേ, നന്നായിട്ട് തുടച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഇളക്കിക്കൊണ്ട് നിൽക്കുക. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 10-12 മിനിറ്റ് ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. ആ ഒരു ടൈമിൽ ചെറുതായിട്ടൊന്ന് കളറ് മാറി വരും. ഇതിൻ്റെ ചെന എന്ന് പറയില്ല, നമ്മുടെ കറ, ആ കറയൊക്കെ ഒന്ന് തെറിച്ച് പോകും കേട്ടോ. ഒട്ടും തന്നെ ഉണ്ടാവില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കറ പോയിട്ടില്ലെങ്കിൽ ഭയങ്കര കഴപ്പായിരിക്കും ചെറുനാരങ്ങ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് കൂട്ടുകയും ചെയ്യാം. പിന്നെ കുറേ കാലത്തേക്ക് നമുക്ക് കാലപ്പഴക്കമൊന്നും ഇല്ലാതെ നല്ല രീതിക്ക് തന്നെ സൂക്ഷിച്ച് വെക്കാനും പറ്റും കേട്ടോ. പഴക്കമൊന്നും ഇല്ലാതെ അതിനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ ഇളക്കിക്കൊണ്ട് നിൽക്കുക. ആ ഒരു ടൈമിൽ തന്നെ അതിൻ്റെ ചെനയൊക്കെ തെറിച്ച് നല്ല സോഫ്റ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ നമുക്ക് കുറേ ദിവസം മുന്നേ ഇട്ട അച്ചാർ പോലെ പെട്ടെന്ന് തന്നെ കൂട്ടാനും പറ്റും. പക്ഷേ ശരിക്കും അച്ചാർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു 5-10 ദിവസമൊക്കെ ഒന്ന് ഇട്ട് വെച്ചാലാണ് കേട്ടോ ശരിക്കും അതിൻ്റെ ഒരു ടേസ്റ്റ് വരിക. എന്നാലും നമുക്ക് പെട്ടെന്നൊക്കെ ഇപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തലേ ദിവസം രാത്രിയൊക്കെ ഇട്ട് വെച്ചാലും മതി കേട്ടോ. അത്രയ്ക്കും തൊലിയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ട് നിൽക്കുക. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 12 മിനിറ്റോളം ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. വേറെ പ്ലേറ്റിലേക്ക് വെക്കട്ടെ, ഇതിൽ തന്നെ വെച്ചിരിക്കണ്ടേ. അപ്പോൾ ഞാൻ ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ചൂടാറിയതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ഇതിൻ്റെ കറയൊക്കെ ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഒരു സൈഡിലേക്ക് വെക്കുക. അപ്പോൾ നമ്മുടെ ചെറുനാരങ്ങയൊക്കെ ഒന്ന് ചൂടാറിയതിന് ശേഷം ഞാൻ ഇതുപോലൊരു തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ആ മുകളിൽ പറ്റിയിട്ടുള്ള കറയ കാര്യങ്ങളൊക്കെ ഒന്ന് പോയി കിട്ടിക്കോട്ടെ. അപ്പോൾ അല്ലെങ്കിൽ കയപ്പുണ്ടാവും കേട്ടോ ഇങ്ങനെ തന്നെ ഡയറക്റ്റ് ഇടുന്ന സമയത്ത് ആ ഒരു കറയൊക്കെ പറ്റിയതുകൊണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ ഒന്ന് മൊത്തത്തിൽ തുടച്ചെടുക്കട്ടെ. ഈ ഒരു കറ കയ്യിലായെന്ന് വെച്ച് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ബിഗിനേഴ്സൊക്കെ ഉണ്ടെങ്കിൽ കൺഫ്യൂഷൻ ആവേണ്ടെന്ന് എഴുതിയിട്ടാണ്. ഇത് പ്രശ്നമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ കൈ കഴുകുമ്പോൾ അങ്ങ് പോയിക്കോളും, തുണിയൊക്കെ വൃത്തിയായിക്കോളും കേട്ടോ പെട്ടെന്ന് തന്നെ. അപ്പോൾ ഇതുപോലെ ഞാൻ മൊത്തത്തിലൊന്ന് തുടച്ചെടുത്തതിന് ശേഷം ഞാൻ ഇത് കട്ട് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ എൻ്റെതിപ്പോൾ നിങ്ങൾ കണ്ടില്ല ഭയങ്കര ചെറിയ ചെറുനാരങ്ങ ഇന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുമ്പോൾ കുറച്ചൊരു വലുപ്പമുള്ളതൊക്കെ ആണെങ്കിൽ ഒരു 6-8 പീസൊക്കെ ആയിട്ട് കട്ട് ചെയ്ത് ഞാൻ ഇപ്പോൾ ഏകദേശം ഒരു 4 എണ്ണമൊക്കെ ചെയ്യുന്നുള്ളൂ. കാരണം അത്രയും ചെറുതല്ലേ, കണ്ടില്ലേ. അപ്പോൾ ഞാൻ ഒന്ന് മൊത്തത്തിൽ ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ചെറുനാരങ്ങ മൊത്തത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളിപ്പോൾ ഇത് കട്ടിംഗ് ബോർഡിലൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഇതിൽ നിന്ന് എന്തായാലും ഇതിൻ്റെ നീരിറങ്ങുമല്ലോ, ആ ഒരു വെള്ളം വരുമല്ലോ. അങ്ങനെയാണെങ്കിൽ ആ വെള്ളം കളയരുത്. ഡയറക്റ്റ് നിങ്ങൾ അച്ചാർ ഉണ്ടാക്കുന്ന ആ ഒരു ബൗളിലേക്ക് ഇതുപോലെ ചെറുനാരങ്ങ കട്ട് ചെയ്തിട്ട് ഇടുന്ന ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കണേ. കാരണം ഒട്ടും തന്നെ വെള്ളം കളയാൻ പാടില്ല. എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട്, ഉപ്പിൻ്റെ അളവൊന്നും ഇല്ല കേട്ടോ ഇടുക, കാരണം അച്ചാറിൽ എന്തായാലും അത്യാവശ്യം ഉപ്പ് വേണം. അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് വെക്കുക. എന്നിട്ട് ഇതുപോലൊരു വേറെ പാൻ ഞാൻ വെച്ച് കൊടുത്തിട്ട് നമുക്കിനി അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാൻ ചൂടായതിന് ശേഷം ഞാൻ ഇതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് നല്ലെണ്ണയാണ്. കാരണം കുറച്ച് നേരം സൂക്ഷിച്ച് വെക്കുമ്പോൾ ഒരു പ്രശ്നവും കൂടില്ല. അതുപോലെ തന്നെ നമുക്ക് കഴിക്കാനും ആ ഒരു ടേസ്റ്റും നല്ലെണ്ണയിൽ ചെയ്യുമ്പോഴാണ് കേട്ടോ. അപ്പോൾ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 1/3 കപ്പും പിന്നെ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എണ്ണയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. അച്ചാറാകുമ്പോൾ കുറച്ച് എണ്ണ കൂടുതൽ വേണം, എന്നാലേ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാതെ ഇരിക്കുള്ളൂ. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ കടുകും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവയും ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു വലിയ ബോൾ വെളുത്തുള്ളി മൊത്തത്തിൽ ഇതുപോലെ നേരിയതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1.5 ഇഞ്ച് സൈസ് വലുപ്പമുള്ള ഇഞ്ചി മതി കേട്ടോ, ഓവർ വേണ്ട. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 3-4 പച്ചമുളക് ഇതുപോലെ വട്ടത്ത് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക, നന്നായിട്ട് വഴറ്റിയെടുക്കുക, നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നവരെ. അപ്പോൾ ഈ ഒരു ടൈമിൽ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് തന്നെ വഴറ്റിയെടുക്കുക കേട്ടോ. കാരണം അച്ചാർ നമ്മൾ കേടുകൂടാതെ സൂക്ഷിക്കേണ്ടെങ്കിൽ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇതുപോലെ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി അതുപോലെ തന്നെ പൊടികളൊക്കെ ഇട്ട് മൂപ്പിച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് ആ ഒരു മൂത്ത് വരണം കേട്ടോ, നല്ലപോലെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി മൂത്ത് വരണം. എങ്കിലും ഒരു കംപ്ലൈൻറ്റ് പൂപ്പൽ കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് അടിപൊളിയായിട്ട് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക, ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങുന്നവരെ നല്ലൊരു മണം വരും കേട്ടോ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏതാണ്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഇടാൻ പോകേണ്ടത് മുളക് പൊടി മഞ്ഞൾപ്പൊടി കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ കറിവേപ്പില ഇട്ട് കൊടുത്ത ഉടനെ ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്യട്ടെ. ഇതെന്തിനിങ്ങനെ ഓഫ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്തായാലും അച്ചാറിലിടുന്ന പൊടികൾ ഇതുപോലെ ഫ്ലെയിം നല്ല ചൂടായിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഒന്നിക്കിൽ അത്രയ്ക്ക് ഫ്ലെയിം കുറച്ചിട്ട് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ ബിഗിനേഴ്സൊക്കെ ഉണ്ടെങ്കിൽ കൺഫ്യൂഷൻ ആവേണ്ട, അതുകൊണ്ട് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഇനി നമുക്ക് ആദ്യം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3-4 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഒരു 3-4 ടേബിൾ സ്പൂണൊക്കെ വേണം കേട്ടോ, എന്നാലേ അത്യാവശ്യം കളറും ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഒരു ചെറിയൊരു എരിവൊക്കെ ആയിട്ട് പിന്നെ പച്ചമുളക് ചേർത്തത് കൊണ്ട് തന്നെ എരിവൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ചൊന്ന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ചെറുനാരങ്ങയിൽ ഉപ്പ് ഇട്ടതാണ്, എന്നാൽ ഈ ഒരു മസാലയ്ക്ക് വേണ്ടുന്ന ഉപ്പും കൂടി വേണമല്ലോ, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എത്രത്തോളം നിങ്ങൾക്ക് ചെറിയ തീയിൽ വെക്കാൻ പറ്റും അത്രയും വെച്ചിട്ട് നല്ലപോലെ ആ ഒരു പൊടികളുടെ പച്ചമണവും പച്ച ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. നന്നായിട്ട് തന്നെ പൊടികളൊന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. എരിവൊക്കെ അഡ്ജസ്റ്റ് ചെയ്യട്ടെ, എല്ലാം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് വ്യത്യാസം വരുത്തണേ. ഞാനിപ്പോൾ എൻ്റെ ഒരു രീതിക്കാണ് കേട്ടോ, എൻ്റെ ടേസ്റ്റിനനുസരിച്ച് എല്ലാം ഇടുന്നത്, അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കുക കേട്ടോ. അപ്പോൾ പൊടികളുടെ പച്ച ടേസ്റ്റൊക്കെ മാറിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറുനാരങ്ങ വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒട്ടും തന്നെ അതിൻ്റെ നീര് പുറത്ത് കളയരുത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ പൊടികളൊക്കെ ഒന്ന് ചെറുനാരങ്ങയിലും കൂടി മിക്സ് ആയിക്കോട്ടെ. ഏകദേശം ഒരു 1-2 മിനിറ്റോളം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ മിക്സ് ആയതിനു ശേഷം ഞാൻ ഇതിലേക്ക് വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് നീര് വേണോ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ചില ചെറുനാരങ്ങയിൽ ഞാൻ ഇപ്പം പറഞ്ഞല്ലോ നേരത്തെ, വലിയ ചെറുനാരങ്ങയൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നീര് ചെറുനാരങ്ങ തന്നെ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഓവർ സുർക്ക വേണ്ടി വരില്ല. പിന്നെ ചെറുനാരങ്ങ ആയതുകൊണ്ട് തന്നെ സുർക്ക കുറച്ചൊന്ന് ഓവറായി എന്ന് വെച്ചിട്ട് അങ്ങനെ ഓവർ പുളി കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ, എല്ലാം ബാലൻസ് ചെയ്തിട്ട് തന്നെ നിന്നോളും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എത്രത്തോളം നിങ്ങൾക്ക് ഗ്രേവി വേണം അതിനനുസരിച്ച് ഒഴിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ കുറേ കാലം സൂക്ഷിച്ച് വെക്കുന്നതാണെങ്കിൽ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെയാണ് നല്ലത്, ഇതുപോലെ സുർക്ക തന്നെ ഒഴിച്ചു കൊടുക്കാം. അഥവാ നിങ്ങൾ പെട്ടെന്ന് ഒരു 3-4 ദിവസം കൊണ്ടൊക്കെ കാലിയാക്കുന്ന പരിപാടിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഈ ഒരു ടൈമിൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുക്കുക കേട്ടോ, ഒട്ടും തന്നെ നിർബന്ധമില്ല. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് സുർക്കയൊക്കെ ഒഴിച്ച് ഒന്ന് നല്ലപോലെ ആ ഒരു സുർക്കയുടെ ആ ഒരു പച്ചക്കുത്തും കാര്യങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു ടൈമിൽ ഉപ്പ് നോക്കുക കേട്ടോ നന്നായിട്ട്. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ. അപ്പോൾ നമ്മുടെ വിനീഗറൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഞാൻ ഉപ്പൊക്കെ കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂൺ നമ്മുടെ ഉലുവയും കടുകും ഒന്നിച്ച് വറുത്ത് പൊടിച്ചെടുത്തിട്ടുള്ളത് 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വറുത്ത് പൊടിച്ചെടുക്കുമ്പോൾ ഒരു നല്ലൊരു മണവും ഫ്ലേവറൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ 2 സെപ്പറേറ്റ് പൊടിച്ച് വെച്ചത് ഓൾറെഡി ഉണ്ട് എന്നുണ്ടെങ്കിൽ 2 കൂടി അര ടീസ്പൂൺ വെച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 2-3 നുള്ള് കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ. 2-3 പിഞ്ച് മതി, ഒരുപാട് കൂടാനേ പാടില്ല, ടേസ്റ്റ് മാറിപ്പോവും. പിന്നെ നമുക്ക് പഞ്ചസാര, മെയിനായിട്ടുള്ള ഇതിലുള്ള ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് തന്നെ പറയാം. ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ എല്ലാത്തിൻ്റെയും ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസായി നല്ലൊരു എക്സ്ട്രാ ടേസ്റ്റ് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നിർബന്ധമായിട്ട് ചേർക്കുക, സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അച്ചാറിൻ്റെ പരിപാടി റെഡി ആയിട്ടുണ്ട്, അച്ചാർ റെഡി ആയി കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക, ഇത്രയേ ഉള്ളൂ. ഇനി ഇത് നല്ലപോലെ ഒന്ന് ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഗ്രേവി കാര്യങ്ങൾ പിന്നെ ഉപ്പ് പുളി എല്ലാം ഒന്ന് ചെക്ക് ചെയ്യണേ, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എല്ലാം ആക്കുക. അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ചൂടാറിയതിന് ശേഷം നമുക്ക് വേറൊരു നല്ല ഗ്ലാസ് ജാറിലൊക്കെ ഇട്ട് വെക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇത് വെയിറ്റ് ചെയ്യട്ടെ ചൂടാറുന്നവരെ.
അപ്പോൾ നല്ലപോലെ ചൂടാറിയതിന് ശേഷം ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസ് ബോട്ടിലാക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കവർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കഴിക്കാൻ കൊതിയുള്ളവരാണെങ്കിൽ പെട്ടെന്ന് എടുത്ത് കൂട്ടാം. പക്ഷേ ഒന്നുകൂടി ഒരു എക്സ്ട്രാ ടേസ്റ്റ് 100% പെർഫെക്റ്റ് ആയി എന്ന് പറയണമെങ്കിൽ നമുക്കൊരു 10 ദിവസമെങ്കിലും ചുരുങ്ങിയത് നല്ലപോലെ നമ്മളെന്താ പറയുക ഒന്നും എടുക്കാതെ നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാലാണ് കേട്ടോ ആ ഒരു സെയിം പെർഫെക്ഷനിൽ കിട്ടുള്ളൂ. തൊലിയൊക്കെ ചെറുനാരങ്ങയുടെ തൊലിയൊക്കെ ഒന്ന് അരിഞ്ഞ രീതിക്ക് കിട്ടണ്ടേ, നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നല്ലോ, അങ്ങനെ കിട്ടണമെങ്കിൽ ഒരു 10-12 ദിവസം അങ്ങനെ തന്നെ വെക്കുക. പിന്നെ നമ്മൾ എന്താ പറയുക അച്ചാറിൻ്റെ മണം കേൾക്കുമ്പോൾ പൂതിയാകുന്നവരൊക്കെ ആണെങ്കിൽ ഒരു 3-4 ദിവസം വെച്ചിട്ട് തന്നെ എടുത്തു കേട്ടോ, കുഴപ്പമൊന്നുമില്ല. വേണ്ടിക്ക് ഇപ്പം തന്നെ എടുത്തിട്ടും കഴിക്കുക. പക്ഷെ ഒന്നുകൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടുന്ന കാര്യമാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചറൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഐറ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്